ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയത് ഡിപ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡിപ്രഷൻ ജേണിയും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ വീഡിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് എനിക്ക് ഡിപ്രഷൻ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. വേറെ ആരും എനിക്കിത് പറഞ്ഞു തരുന്നില്ല. കാരണം ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് ഇപ്പം ഞാൻ ഡോക്ടറോട് പോയി എൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഫസ്റ്റ് ടൈം പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് അറിയില്ല അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന്. നമ്മുടെ ലൈഫ് നമ്മളാണ് ജീവിച്ചത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം അത് വന്നിട്ടുണ്ടാവുക നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ജെനറ്റിക്സ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, നമ്മുടെ സിറ്റുവേഷൻ കാരണം സംഭവിക്കാറുണ്ട്, നമ്മൾ വലിയൊരു ലൈഫിൽ വലിയൊരു പ്രോബ്ലംസ് നേരിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ സംഭവിക്കാറുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങളും ഡിപ്രഷൻ സംഭവിക്കാറുണ്ട്. അത് ഓരോ വ്യക്തികളെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കേ അറിയുള്ളൂ നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു വന്നത്, നമുക്ക് എങ്ങനെയാണ് ജീവിച്ച് ഇന്ന് വരെയുള്ള ഞാൻ എത്തിയത് എന്ന് നമുക്കേ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാരണമാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഡിപ്രഷൻ വന്നത് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്നുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയ കാര്യം. പക്ഷെ അത് മാത്രമാണ് കാരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നോ ഇന്നലെയോ വന്നിട്ടുള്ള ഒരു അസുഖമല്ല. എൻ്റെ ബോഡിയിൽ കുറെ വർഷങ്ങളായിട്ട് ഈ അസുഖമുണ്ട്. അതിങ്ങനെ മെല്ലെ 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 അത് അതിൻ്റെ ആ ഒരു ഇത് സിംറ്റംസ് കാണിച്ച് അത് എക്സ്ട്രീം ലെവലായി. കാരണം സിംറ്റംസ് കാണിച്ച് തുടങ്ങി തന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റിയത്. അപ്പൊ അതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയത്. ഈ 3 വർഷമല്ല, അതിനു മുമ്പ് ഒരു 5 വർഷത്തോളം ആയി. അതിനു മുമ്പ് ഉണ്ട് ഈ ശരീരത്തിൽ ഈ അസുഖം എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാണ് എനിക്കിങ്ങനെ ആയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ആ ഒരു ടൈം ഫേസ് ചെയ്ത കാരണങ്ങൾ കൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്. നമുക്ക് ഇങ്ങനത്തെ ഒരു മെന്റൽ പ്രോബ്ലം വരുമ്പോൾ, ഒരു സീരിയസ് മെന്റൽ പ്രോബ്ലം വരുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ സംഭവിച്ച കാരണങ്ങൾ കൊണ്ടായിരിക്കണം എന്നില്ല. അങ്ങനെയും ആകാം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ, പേഴ്സണൽ കാര്യത്തിൽ എനിക്ക് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ വർഷമോ സംഭവിച്ച കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന അസുഖം അല്ല എന്നാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞതിലൂടെയും ഞാൻ മനസ്സിലാക്കിയതിലൂടെയും എനിക്ക് മനസ്സിലായത്. കാരണം കുറേ വർഷങ്ങളായി എനിക്ക് ഇതിൻ്റെ അവസ്ഥകൾ, ഞാൻ ഞാൻ ലൈഫിൽ അനുഭവിച്ചിരുന്ന ഓരോ പ്രശ്നങ്ങളും, എനിക്ക് നേരിട്ട ഓരോ കാര്യങ്ങളും എന്നെ ഇതിലേക്ക് എത്തിച്ചു. അത് പോകെ ഓരോ കാരണങ്ങൾ ഡെവലപ്പായി ആ പ്രശ്നം എന്നിൽ ഉണ്ടായി. അത് പിന്നെ ഉണ്ടായിട്ട് അത് ഓരോ സിംറ്റംസ് ആയിട്ട് എന്നിൽ കാണിച്ചു തുടങ്ങാൻ ഇത്രയും എൻ്റെ ഏജായി. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അല്ലാതെ നമുക്ക് ഒരു അസുഖം, അത് നമുക്ക് മെന്റൽ പ്രോബ്ലം മാത്രമല്ല, എന്ത് പ്രോബ്ലം ആണെങ്കിലും മിക്ക അസുഖങ്ങളും നമുക്കിങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതായിരിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ അസുഖങ്ങളാണ് കേട്ടോ. വലിയ അസുഖങ്ങൾ മീൻസ് നമുക്കിപ്പോൾ ഒരു ഹാർട്ടിന് പ്രോബ്ലം വന്നു, അല്ലാതെ കിഡ്നി പ്രോബ്ലം വന്നു, ഇതൊന്നും നമുക്കിങ്ങനെ പെട്ടെന്ന് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അങ്ങനെ സംഭവിക്കുന്നേ ആയിരിക്കില്ല. നമ്മളിങ്ങനെ അത് കുറച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഗ്രാജുവലി ഡെവലപ്പായി ആയിട്ടാണ് നമുക്ക് ആ സിംറ്റംസ് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാലം എടുക്കും. അതുപോലെ തന്നെയാണ് ഈ മെന്റൽ പ്രോബ്ലവും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ കേസിൽ. കാരണം ഇങ്ങനെ ഡെവലപ്പായി ഓരോ പ്രശ്നങ്ങളിലൂടെയും ഞാൻ കടന്നു പോയി. അന്നേരം ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ, എൻ്റെ മെന്റലി ഉണ്ടായ ഫ്രസ്ട്രേഷൻസ്, എനിക്കുണ്ടായ നേരിട്ട സപ്രഷൻസ്, അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് ആണ് എനിക്ക് പിന്നീട് അത് വന്നിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയായിരുന്നു എനിക്ക് ഈ അസുഖം വരുമെന്ന്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്കിങ്ങനെ മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അങ്ങനെയാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, അപ്പോഴേ എനിക്ക് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ അതാരും ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടും നമുക്ക് വേറെ സോഴ്സ് ഇല്ലല്ലോ. കാരണം നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമ്മൾ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ വീട്ടിലുള്ളവരും അല്ലാത്തവരും നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇതൊരു പ്രശ്നമാണെന്ന് ഡോക്ടറെ കാണിക്കാം, ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ വഴിയില്ല, നമ്മൾ ജോലി ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ തന്നെ മാനസിക രോഗമാണ്, അവർക്ക് വട്ടാണ് എന്നുള്ളൊരു, അങ്ങനെയാണല്ലോ നമ്മുടെ സൊസൈറ്റിയിലെ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് തന്നെ മിക്കവർക്കും പേടിയായിരിക്കും അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പിന്നെ നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും, നമുക്ക് വട്ടാണ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ കാര്യങ്ങൾ എത്തും, നാട്ടുകാരറിയും ആ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് കുഞ്ഞിലെ മനസ്സിലായിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് ഭാവിയിൽ എനിക്കത് ഒരു വലിയൊരു മെൻ്റൽ പ്രോബ്ലം ആയിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു ഡിപ്രഷൻ ജേർണി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നായതുകൊണ്ടാണ് അത് ഞാൻ 3 വർഷം ഡിലേ ആയത് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കിത് മനസ്സിലായതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കൂടുതലായിട്ടും എനിക്ക് ഭയങ്കര ഈ സമയത്ത് നമുക്ക് വല്ലാതെ നെഗറ്റീവ് തോട്ടുകളായിരിക്കും. നെഗറ്റീവ് തോട്ടുകൾ, പാസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഫസ്റ്റ് ടെൻഷൻ അടിച്ചത്. കാരണം എൻ്റെ പാസ്റ്റ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കിങ്ങനെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ ജനിച്ചു പോയല്ലോ, ഞാൻ ഇങ്ങനെ വളർന്നു പോയല്ലോ, എനിക്ക് ഇങ്ങനെ ആൾക്കാരില്ലാണ്ടായിപ്പോയല്ലോ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവർ കാരണമല്ലേ എനിക്ക് ഇങ്ങനെ ആയത്. അങ്ങനെ പല ഞാൻ എന്ന് വെച്ചാൽ പാസ്റ്റിനെ കുറിച്ച് കുറ്റപ്പെടുത്തി, പാസ്റ്റിനെ ഞാനങ്ങ് ശപിച്ച്, അതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്ക് ജീവിതം ഇല്ല, എൻ്റെ പാസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് ജീവിതമില്ല, ആ രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ തലയിൽ മുഴുവൻ അതായിരുന്നു. പിന്നെ ഒരു മെൻ്റൽ പവർ, ഒരു കാര്യത്തിലും മെൻ്റൽ പവർ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അതെനിക്ക് കുഞ്ഞിലേ അങ്ങനെയായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണൽ, വികാര ജീവി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എന്ത് കാര്യം വന്നാലും ഫസ്റ്റ് കരച്ചിലാണ്. കാരണം വെച്ചാൽ സങ്കടം വന്നാലും കരച്ചിലാണ്, സന്തോഷം വന്നാലും കരച്ചിലാണ്, പിന്നെ ദേഷ്യം വന്നാലും കരച്ചിലാണ്. എന്ത് വന്ന ഒരാൾ ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടാലും ഞാൻ ഫസ്റ്റ് കരയുക. അങ്ങനെ ഒരു വളരെയധികം ഇമോഷണലി മെൻ്റലി ഒരു സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിക്കുന്നത് എന്തും മോശമായിരിക്കും, എനിക്ക് ഒന്നും ജീവിതത്തിൽ നല്ലത് സംഭവിക്കില്ല, എനിക്ക് എല്ലാ മോശം കാര്യങ്ങളെ സംഭവിക്കൂ, ഒന്നും ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ കുഞ്ഞിലേ ഞാൻ ഇങ്ങനെയാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയി പോകും, എപ്പോഴും എൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ ആ സമയത്ത് മുഴുവൻ എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ആയി. ഞാൻ ഇതിന് റിക്കവറായി വരുമ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയത്. കാരണം ഞാനിങ്ങനെ പാസ്റ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി തിരുത്താനോ ഒന്നും ടൈം ട്രാവലറൊന്നും നടത്തി പോകാനൊന്നും പറ്റില്ലല്ലോ, നമുക്കിനി ജീവിച്ചു പോയി, ജനിച്ചു പോയി, വളർന്നു പോയി, ഇങ്ങനെ ആയി. അപ്പം നമുക്ക് ഇനി എന്ത്, ഇന്ന് മുതൽ നമ്മൾ എന്ത്, അത് നമുക്ക് ചെയ്യാന്നുള്ള, അത് ശരിക്കും എൻ്റെ മെഡിസിൻ തന്നെയാണ് എനിക്ക് ആ ഒരു തോട്ട് കൊണ്ടുവന്നത് എന്ന് എനിക്ക് ഒരു 80% ഉറപ്പാണ്. ബാക്കി എൻ്റെ ഒരു 20% എൻ്റെതായിട്ടുള്ള ഇൻപുട്ടുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ മെൻ്റൽ ട്രോമ തന്നെയാണ് എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ്. അങ്ങനെ ലൈഫിൽ കുറേ മെൻ്റൽ ട്രോമ അനുഭവിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. മെൻ്റൽ ട്രോമ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആവാം. ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രശ്നങ്ങളാവാം, അല്ല നമ്മൾ കരിയർ വൈസിലുണ്ടായതാവാം, അല്ല നമുക്ക് ആക്സിഡൻ്റലി നമുക്കൊരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റിയോ എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ പല കാരണങ്ങളും ആകാം. പക്ഷെ നമുക്കിത് എന്തൊക്കെ സംഭവിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാനും അതിൻ്റെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കണം. നമ്മൾ ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കണം. എനിക്ക് ഒരു ഫ്രണ്ടിനോടോ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളോടോ നമ്മൾ ചോദിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് റിക്കവർ ആയിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മെൻ്റൽ ട്രോമകൾ അനുഭവിച്ച ആൾക്കാർ ചൈൽഡ്ഹുഡ്, എസ്പെഷ്യലി എനിക്ക് എക്സ്പീരിയൻസ് ചൈൽഡ്ഹുഡ് ട്രോമ ആയതുകൊണ്ട് ഞാൻ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിക്കുന്നവരെ നമ്മുടെ വീട്ടുകാരുടെ അടുത്തുനിന്നോ നമുക്ക് കുടുംബക്കാരുടെ അടുത്തുനിന്നോ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ചവർ ഒരിക്കലും തളരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പുലിയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റിയ ആ ട്രോമ, ആ ഒരു അവസ്ഥ, നിങ്ങൾ അന്നേരം നിങ്ങളുടെ ആ കുഞ്ഞു മനസ്സ് അത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ നിസ്സാരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സ്ട്രെങ്ത് കൊണ്ടുവന്ന് നമ്മൾ മാക്സിമം നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമകളെ നമ്മൾ എങ്ങനെയാണോ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമോ ആ രീതികൾ നമ്മൾ നോക്കിയിട്ട് അത് റിക്കവറായി വന്നേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും മോശം മാത്രമല്ല ലൈഫിൽ സംഭവിക്കുക, നല്ല കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ശ്രമങ്ങളാണ് കൂടുതലായിട്ട്. നമുക്ക് ഭാഗ്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ തർക്കത്തിനില്ല. പക്ഷെ നമ്മുടെ ശ്രമങ്ങളാണ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഓരോ പ്രവൃത്തികളാണ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിലും എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞിൽ ഞാൻ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച സമയത്തും എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി വാങ്ങണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. അതായത് കല്യാണം കഴിക്കണമെന്നോ കല്യാണം കഴിക്കണ്ടെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പഠിക്കണം, നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള മുന്നോട്ട് കയറി പോകാൻ പറ്റൂ, എങ്കിൽ മാത്രമേ നല്ലൊരു ജോലി കിട്ടുള്ളൂ, എങ്കിൽ മാത്രമേ നല്ലൊരു കരിയർ ഉണ്ടാവൂ, എങ്കിൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ, എസ്പെഷ്യലി പൈസ ഉണ്ടാക്കാൻ പറ്റും, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട്, നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് തന്നെയാണ്, ആരും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ജീവിക്കുന്ന ലൈഫ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ്. നമുക്ക് കുറേ ലക്ഷങ്ങളും കോടികളും ഉണ്ടാവണമെന്നില്ല. നമുക്ക് ആരുടെ റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫ്രീഡത്തിന് എനിക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങാൻ തോന്നി ഞാൻ വാങ്ങി, എനിക്കിതൊന്ന് കഴിക്കാൻ തോന്നി ഞാൻ കഴിച്ചു. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നമുക്കിത് ചെയ്യാൻ തോന്നി, എനിക്ക് ഈ ജോബ് അങ്ങ് സെറ്റ് ആവുന്നില്ല, ഇത് വിട്ടിട്ട് വേറെ ജോബ് നോക്കാം എന്ന് പറയുമ്പോഴും നമുക്ക് ആരുടെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളിൽ ഒരു വിൽ പവറും നമുക്കൊരു കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അത് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറയും. സമാധാനം ഉണ്ടായ ലൈഫിൽ നമുക്ക് എന്തും നേടാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരത്തിലൊരു ചൈൽഡ്ഹുഡ് ട്രോമയും കാര്യങ്ങളും അനുഭവിച്ച ആൾക്കാരോടാണ്, അതിന് ഇപ്പോഴും റിക്കവർ ആവാത്ത ആൾക്കാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എല്ലാം ശരിയാവും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും ലൈഫിൽ. ഞാനത് ഉറപ്പ് പറയുന്നു. കാരണം എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫ് ഇപ്പോഴും സന്തോഷം തരുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് എനിക്ക് ഡിപ്രഷനായിട്ട് റിലേറ്റ് ചെയ്തത്. എൻ്റെ കാരണം എന്താണ് എനിക്ക് ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഞാൻ റിസീവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇൻഫർമേഷൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അല്ലാതെയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേരുക, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ വീഡിയോനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.